ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസാണ് കാണിക്കുന്നത്. ടോപ്പും ബോട്ടം ദുപ്പട്ടയെല്ലാം വരുന്നത് കോട്ടണിലാണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക 45 ഇഞ്ചാണ്. ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് 2.25 മീറ്ററാണ്. നല്ല വീതിയൊക്കെ ഉള്ള മെറ്റീരിയലാണ്. അത്യാവശ്യം 3XL 4XL വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും വീതിയുള്ള മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഷ്രിങ്കേജോ അങ്ങനെ കളർ ഫെയ്ഡിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഡെയിലി വെയറിനാണെങ്കിലും ഓഫീസ് വെയറിനാണെങ്കിലൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ടോപ്പിൻ്റെ താഴേക്ക് എന്തെങ്കിലും ഒരു ലേസ് വാങ്ങിയിട്ട് 2 ഇഞ്ചിൻ്റെ 3 ഇഞ്ചിൻ്റെ ലേസ് വാങ്ങിയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 47-48 ഇഞ്ചൊക്കെ ലെങ്ത്ത് കിട്ടും. ഒരു 5'3" ഒക്കെ ഹൈറ്റ് ഉള്ളവർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. ഈ ഒരു ലെങ്ത്ത് മതിയാവും. മെറ്റീരിയലിൻ്റെ വീതി ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ 3XLകാർക്കും 4XLകാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു സൈസിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ സ്റ്റിച്ച് ചെയ്തിട്ട് അത്യാവശ്യം നല്ല വീതി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പായിട്ട് പറയുന്നത്. എല്ലാത്തിൻ്റെ പ്രൈസ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറാണത്. നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഈ എമൗണ്ടിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും. നമ്മൾ സാധാരണയായിട്ട് പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ. DTDC സൗകര്യം അവൈലബിൾ ആണ്. പോസ്റ്റിലാണെങ്കിലും ഒരു 3 to 4 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കേരളത്തിനുള്ളിൽ കിട്ടും. കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ഒരാഴ്ച സമയമെടുക്കും. അപ്പോൾ കാലിക്കറ്റ് ആ ഭാഗങ്ങളിലേക്കൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പ് പറയാൻ കഴിയില്ല. ചിലപ്പോൾ 3-4 ദിവസം എടുക്കും. തേർഡ് ഡേ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഒരു ആ സ്ഥലത്തെ എന്തെങ്കിലും ഒരു പോസ്റ്റ്മാൻ ലീവ് ആവുക അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴാണ് ഒരു ദിവസം കൂടിയൊക്കെ ഡിലേ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം 3 ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മെറ്റീരിയലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. എത്ര ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ദുപ്പട്ടയ്ക്ക് എത്ര ലെങ്ത് ഉണ്ട് എന്നൊക്കെ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് കേട്ടിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ഞാൻ ഈ കാണിക്കുന്നതെല്ലാം ഒറിജിനൽ പാകിസ്ഥാനി അല്ല, പാകിസ്ഥാനി പ്രിൻറ്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽസാണ്. പാകിസ്ഥാനി ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന ഇന്ത്യൻ മെയ്ഡായിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയൽസാണ്. പാകിസ്ഥാനി പ്രിൻറ്റ് ഒറിജിനൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് കുറേയും കൂടി റേറ്റ് വരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതിനേക്കാളും കുറേയും കൂടി ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പിലുള്ള മെറ്റീരിയൽസ്. അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഈ മെറ്റീരിയൽ. ഡെയിലി വെയറിനാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ. ലൈനിങ് ഇടാതെയും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഒരുപാട് ആൾക്കാർ ലൈനിങ് ഇടാതെ സ്റ്റിച്ച് ചെയ്യലുണ്ടെന്ന് പറയാറുണ്ട്. റിവ്യൂസ് തരാറുണ്ട്. യൂസ് ചെയ്തിട്ടും റിവ്യൂ തരാറുണ്ട്. കൈ കിട്ടിയിട്ടും അഭിപ്രായം പറയുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാർ ലൈനിങ് ഇടാതെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. പിന്നെ ചിലവർ ലൈനിങ് ഇടാതെ ഒന്നും സ്റ്റിച്ച് ചെയ്യാറില്ല. അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ട് ലൈനിങ് വേണമെന്നുള്ളവരാണെങ്കിൽ ലൈനിങ് ഇട്ടാൽ മതി. ഇട്ടില്ല എന്ന് വെച്ചിട്ട് മെറ്റീരിയലിന് കേടൊന്നും വരില്ല. നല്ല മെറ്റീരിയലാണ്. ലെങ്ത്താണ് 45 ഇഞ്ച് വരുന്നത്. അപ്പോൾ അത് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇന്നൊരു 7-8 പീസോളം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോന്ന് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ദുപ്പട്ട എടുക്കരുത്. നിങ്ങൾ ടോപ്പിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനോ ബാക്ക് പോർഷനോ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം വാട്സപ്പ് ചെയ്യാൻ. എന്നാലേ എനിക്കത് കറക്റ്റായിട്ട് ക്ലിയർ ആവുള്ളൂ. ചിലവരുടെ സ്ക്രീൻഷോട്ട് അത്ര ക്ലിയർ അല്ല അയക്കുന്നത്. ചിലപ്പോൾ ദുപ്പട്ടയായിരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ മറിക്കുന്ന സമയത്തൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ അതെനിക്ക് കാണുമ്പോൾ അത്ര ക്ലിയർ ആവണില്ല. ചിലവരിത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. പിന്നെ പിറ്റന്നാളൊക്കെ ആവും ഞാനിത് വേണമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചിട്ട് മെസ്സേജിൽ അങ്ങനെ പറഞ്ഞ് പോയാൽ ഞാനത് മാറ്റി വെക്കുമല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾ കൺഫേം ആയിട്ട് പറയുക ഇത് വേണം, നാളെ പേയ്മെൻറ്റ് ഇട്ടോളാം, അല്ലെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അത് പറയുക. അങ്ങനെയാണെങ്കിൽ അത്രയും കൺഫേം ആണെങ്കിൽ ഞാനത് മാറ്റി വെക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്നും പറയാതെ പോയി കഴിയുമ്പോൾ ഞാൻ വേറൊരു കസ്റ്റമർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അതിൽ പിന്നെ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് ലൂസ് ഇട്ടാൽ മതി. അതിൻ്റെ ആവശ്യമില്ല. സത്യത്തിൽ ഈ മെറ്റീരിയൽ അങ്ങനെ ചുരുങ്ങുന്നില്ല. പിന്നെ ഒരു സമാധാനത്തിന് നമുക്ക്, പിന്നെ കോട്ടൺ അല്ലേ, ചിലപ്പോൾ ഒരു ഇത്തിരിയൊക്കെ ഒരു പൊടിക്കൊക്കെ ചുരുങ്ങാൻ ചാൻസ് ഇല്ലേ. അപ്പോൾ ഒരു 1/2 ഇഞ്ചൊക്കെ 2 സൈഡിലും ലൂസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ പാകിസ്ഥാനി പൊതുവെ നമ്മളൊരു ഇത്തിരി ലൂസിലല്ലേ ഇടുക. ഭയങ്കര ഷേപ്പിൽ ബോഡി ഹഗ്ഗിങ് ആയിട്ട് അങ്ങനെ ഇടാറില്ലല്ലോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ലൂസ് ഇട്ടാൽ ഇനിയിപ്പോൾ അഥവാ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചുരുങ്ങുകയാണെങ്കിൽ അത്രയല്ലേ ചുരുങ്ങുള്ളൂ.
വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ പിന്നെ അത് അയൺ ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെ വേണ്ട കൊടുക്കാൻ. അപ്പോൾ അതിനേക്കാൾ നല്ലത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അരയിഞ്ച് ലൂസിൽ ഇടുകയാണ്. ഇപ്പോൾ കാണിക്കുന്നതൊക്കെ നല്ല കളേഴ്സാണ്. ഒരു ബ്ലൂയിഷ് ഗ്രേ കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്നിട്ട്. പിന്നെ ഈ പ്രിൻ്റ് പോവുമെന്ന് കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കില്ല. ഇതങ്ങനെ പോകുന്ന പ്രിൻ്റല്ല, ഡിജിറ്റൽ പ്രിൻ്റാണ്. അപ്പോൾ അത് അങ്ങനെ പോവില്ല, അത് മെറ്റീരിയൽ തന്നെയുള്ള പ്രിൻ്റാണ്. അത് പോകുന്ന ആരും പേടിക്കേണ്ട. പിന്നെ അങ്ങനെ കളറും പോകുന്നില്ല മെറ്റീരിയൽ. ഞാൻ ടെസ്റ്റ് ചെയ്തിടത്തോളം കളർ പോയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആരും പറഞ്ഞിട്ടില്ല. കളർ പോയി എന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചില ഡാർക്ക് കളേഴ്സ് കാണുമ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. ഒരു വൈറ്റ് ക്ലോത്തോ കോട്ടനോ ഒക്കെ നനച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നേരം പ്രസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അത് ആ കോട്ടന് കളർ മാറി വരുന്നുണ്ടെങ്കിൽ കളർ ഫെയ്ഡാവുന്ന കളർ പോകുന്നുണ്ടെന്ന് അർത്ഥം. പക്ഷെ അതങ്ങനെ വരാറില്ല. എല്ലാതൊന്നും ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ഡാർക്ക് കളേഴ്സൊക്കെ ചിലപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നുമ്പോൾ ഞാനങ്ങനെ ചെക്ക് ചെയ്ത് നോക്കലുണ്ട്. കളർ പോകുന്നതാണെങ്കിൽ പിന്നെ വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒന്നും പോയി കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽസ് തീരെ കളർ പോവാറില്ല. പാച്ചസ് വരുന്നത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കളർ പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിടത്തോളം ഒന്നും കളർ പോയിട്ടില്ല. ഇന്നത്തേത് കൂടുതലും ഡാർക്ക് കളേഴ്സാണ്. ഒരെണ്ണം മാത്രം ഒരു ഓഫ് വൈറ്റിൽ വന്ന ഒരെണ്ണം മാത്രമേ ലൈറ്റ് ഷെയ്ഡിലുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡാർക്ക് കളേഴ്സാണ്. റെഡ് പൊതുവേ ഈ ഒരു പാറ്റേണിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. റെഡ് എപ്പോൾ കൊണ്ടുവന്നാലും ആദ്യം സോൾഡ് ഔട്ട് ആവുക ഈ റെഡിൽ വരുന്ന സെറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു റെഡ് കൊണ്ടുവന്നപ്പോൾ അതിൽ ബോട്ടായിരുന്നു കോൺട്രാസ്റ്റ് ആയിട്ട് വന്നത്, ഒരു ഓഫ് വൈറ്റ് ബോട്ടം. ദുപ്പട്ട സെയിം കളർ. ഇപ്രാവശ്യത്തെ ഈ റെഡിൽ ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം സെയിം ടോണിലാണ് വന്നിട്ടുള്ളത്. ചിലവർ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടുള്ള സെറ്റ് ഉണ്ടോയെന്ന്. ചിലവർക്ക് സെയിം ടോണുള്ളതാണ് ഇഷ്ടം. എനിക്കൊക്കെ ആണെങ്കിൽ സെയിം ടോണിലുള്ള ദുപ്പട്ടയാണ് ഇഷ്ടം. പക്ഷേ ചിലവർക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇഷ്ടം. എല്ലാം തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റിലാണ് പ്രാവശ്യം വന്നിട്ടുള്ളത്. വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. മിക്കതും ഞാൻ നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ടിട്ട് അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും. ചിലത് ഒരു 3 മണിക്കൊക്കെ ശേഷം പേയ്മെൻറ്റ് ഇടുന്നവർ, അല്ലെങ്കിൽ 2 മണിക്ക് ശേഷം പേയ്മെൻറ്റ് ഇടുന്നവർ പിന്നെ എനിക്ക് അന്ന് ഡിസ്പാച്ച് ചെയ്യാൻ കഴിയില്ല. പിന്നെ പിറ്റത്തെ ദിവസമായിരിക്കും കൊറിയർ ചെയ്യൽ. 3 മണി വരെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ പിറ്റത്തെ ദിവസം ചെയ്യുമ്പോൾ ഒരു 3 ദിവസം കൂടി ഡിലേ വരും. രാവിലെയൊക്കെ പേയ്മെൻറ്റ് ഇടുന്നവരാണെങ്കിൽ അന്ന് തന്നെ എനിക്ക് ഡിസ്പാച്ച് ചെയ്യാൻ കഴിയും. ഒരു ഉച്ചയുടെ മുന്നൊക്കെ ആയിട്ട് കൊറിയർ ചെയ്യാനുള്ളത് ഞാൻ കൊടുത്തു വിടും. അപ്പോൾ അതിൻ്റെ മുന്നേ പേയ്മെൻറ്റ് ഇട്ടാലാണ് അന്ന് ചെയ്യാൻ കഴിയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഇടുന്നവരാകുമ്പോൾ കൂടുതൽ ഞാൻ പിന്നെ പിറ്റത്തെ ദിവസമാണ് ചെയ്യാറ്. അതിൻ്റെ ഇടയിൽ സൺഡേ കൂടി വന്നാൽ ഒരു ദിവസം കൂടി ഡിലേ വരും കേട്ടോ. 3 to 4 വർക്കിംഗ് ഡേയ്സ് ആണ്, 3 to 4 ഡേയ്സ് അല്ല. അപ്പോൾ സൺഡേ ഒക്കെ വന്നാൽ, അതേപോലെ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വരുമ്പോൾ 1-2 ദിവസം കൂടി ഡിലേ വരും. അതുപോലെ മെസ്സേജ് ഇടുമ്പോൾ എങ്ങനെയാണെങ്കിലും 24 hours ഉള്ളിൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ചിലവർ മെസ്സേജ് ഇട്ട് അത് കണ്ടില്ലെങ്കിൽ അപ്പോൾ കോൾ ചെയ്യും. അത് രാത്രിയാണ്, ചിലപ്പോൾ 11 മണിക്കൊക്കെ ശേഷം വിളിക്കുന്നവരുണ്ട്. മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അത് കാണാഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കാഞ്ഞിട്ട് 11:30 വിളിക്കുന്നവരുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ കിടന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഉറക്കത്തു നിന്നൊക്കെ എണീറ്റിട്ട് ഫോൺ എടുത്ത് ആരെ ഈ നേരത്ത് നോക്കുമ്പോൾ കസ്റ്റമേഴ്സ് ആരെങ്കിലും ആയിരിക്കും. നിങ്ങൾ മെസ്സേജ് എന്തായാലും ഞാൻ അന്ന് റിപ്ലൈ തന്നില്ലെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് എന്തായാലും റിപ്ലൈ തരും. റിപ്ലൈ തരാതിരിക്കൽ രാത്രിയിൽ കിടന്നതിന് ശേഷമുള്ള മെസ്സേജസിന് മാത്രമേ റിപ്ലൈ തരാൻ ലേറ്റ് ആവുള്ളൂ. ബാക്കി പകൽ വരുന്ന രാത്രി ഒരു 10-11 മണി അതുവരെ വരുന്ന എല്ലാ മെസ്സേജസിനും ഞാൻ മാക്സിമം അപ്പം തന്നെ റിപ്ലൈ തരാൻ നോക്കാറുണ്ട്. പിന്നെ കിടന്നതിന് ശേഷം വരുന്ന മെസ്സേജിന് മാത്രമാണ് റിപ്ലൈ പിറ്റന്നാളത്തേക്ക് ആവുന്നത്. എങ്കിൽ പോലും രാവിലെ തന്നെ ഞാൻ നേരത്തെ തന്നെ റിപ്ലൈ തരും. ഇത് ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ബ്ലാക്കിൽ സൈഡിലേക്ക് ഗ്രേ കളറിൽ, സെൻറ്റർ ഭാഗമൊക്കെ ബ്ലാക്ക് വന്നിട്ട് 2 സൈഡിലേക്ക് ഗ്രേ ആണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ പോർഷൻ ബ്ലാക്കിൽ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ബോർഡർ വന്നിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം. ഇന്നത്തേതിലെല്ലാത്തിൻ്റെയും ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്. ചിലതിൻ്റെ പ്രിൻ്റഡ് ബോട്ടം വരാറുണ്ട്. ഇത് സ്ലീവിൻ്റെ അതേ പ്രിൻ്റ് തന്നെ ബാക്ക് പോർഷനിലും വന്നിട്ടുള്ളത്.
ഇതിപ്പോൾ ലെങ്ത്ത് വേണമെന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ടോപ്പിൻ്റെ താഴേക്കോ ദുപ്പട്ടയുടെ 4 സൈഡിലേക്കൊക്കെ ആയിട്ട് ചെറിയൊരു ലേസൊക്കെ കൊടുക്കണമെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനങ്ങനെ ഒരു കാലിക്കറ്റ് ഒരു എക്സിബിഷന് വേണ്ടി പോയപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഈ ഒരു പാറ്റേണിലുള്ള പാകിസ്ഥാനി ഇട്ട് വന്നത് കണ്ടു. നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ലേസൊക്കെ വെച്ച് അതേപോലെ മറ്റേ സാറ്റിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ബോർഡറൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ട് സ്റ്റിച്ച് ചെയ്തവരെ കണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ഒരു പാറ്റേണേ മാറിപ്പോയി. ഈ ഒരു റേഞ്ചിലുള്ള മെറ്റീരിയലാണെന്ന് തോന്നണേ ഇല്ല കണ്ടിട്ട്. നല്ല സ്റ്റൈലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഷോളിൻ്റെ 4 ഭാഗത്തേക്കും ലേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോപ്പിൻ്റെ താഴേക്ക് ഫ്രണ്ടിലും ബാക്കിലും ഭംഗിയുള്ള ലേസ് കൊടുത്തിട്ട് നല്ല സ്റ്റൈലുണ്ടായിരുന്നു കാണാൻ. ഇതും അതേപോലെ ബ്ലാക്ക് തന്നെ വന്നൊരു സെറ്റാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. താഴേക്ക് കുറച്ച് വീതിയുള്ള ബോർഡറാണ്. അത് സ്ലീവിൻ്റെ പോർഷൻ. സ്ലീവിൻ്റെ പോർഷനും മുകളിലേക്കൊക്കെ പ്ലെയിനായിട്ട് താഴേക്ക് വീതിയുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ബോട്ടം പ്ലെയിൻ ബ്ലാക്ക് ബോട്ടമാണ് വന്നിട്ടുള്ളത്. ഇത് ബാക്ക് പോർഷനാണ്. ബാക്കിലേക്ക് കുറച്ച് സ്ട്രൈപ്സ് ഒക്കെ വന്നിട്ട് കുറച്ച് വ്യത്യാസമില്ലേ കാണാൻ. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മെറ്റീരിയലിനൊരു ഷൈനിങ് തോന്നുന്നുണ്ടാവും. അത് ഷൈനിങ് ഉണ്ട്, പക്ഷേ അത് വാഷ് ചെയ്യുമ്പോൾ പോകട്ടോ. കാരണം അതൊരു സ്റ്റാർച്ചിൻ്റെ ഇതായിട്ടുള്ളതാണ്. ആ ഷൈനിങ് ഒന്നും വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവില്ല. അത് മെറ്റീരിയൽ വരുന്ന സ്റ്റാർച്ചാണ്. പക്ഷേ കളർ ഫെയ്ഡിങ് വരില്ല. ഇതതിൻ്റെ ദുപ്പട്ട, ഒരു മൾട്ടി കളർ ദുപ്പട്ട. വൈറ്റും റെഡും ബ്ലാക്കും എല്ലാം കൂടി വന്നിട്ട് മൾട്ടി കളേർഡ് ആയിട്ടുള്ളൊരു ദുപ്പട്ട. ഇത് 2 സൈഡും ഒരേപോലെ നല്ല ഡാർക്ക് കളർ. അപ്പോൾ ഏത് സൈഡാണ് നല്ല ഭാഗം എന്ന് നോക്കിയിട്ട് മനസ്സിലാവണില്ല. രണ്ടും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അടുത്തത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറ്റ്, ഒരു ബേജ് കളറിൽ ബ്ലൂവും ബ്ലാക്കൊക്കെ പ്രിൻ്റ് വന്നിട്ട്. ഇനിയിപ്പോൾ സമ്മർ സീസണാണ് വരുന്നത്. നല്ല ചൂടാണ്. ആ ഒരു സമയത്തേക്ക് പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. ഡെയിലി യൂസിന് അടിപൊളി മെറ്റീരിയലാണ്. ലൈനിങ് ഇടാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ചൂടത്ത് ലൈനിങ് കൂടി ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് തോന്നൂലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ. നിങ്ങൾ ഇങ്ങനത്തെ 2-3 എണ്ണം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും നിങ്ങൾക്ക് വേർത്തായിരിക്കും. ഈ ഒരു റേറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ആ സമയത്തേക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. എന്തായാലും ഇനിയിപ്പോൾ നോമ്പിനൊക്കെ നല്ല ചൂട് തന്നെ ആയിരിക്കും. ഇപ്പോൾ നോമ്പിനൊക്കെ യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ അത്ര ചൂട് ഫീൽ ചെയ്യില്ല. അതിൻ്റെ ദുപ്പട്ട കുറച്ചൊരു വ്യത്യാസമുണ്ട്. കളർ കോമ്പിനേഷനൊക്കെ സെയിം തന്നെ. ആ ഒരു ബേജ് കളറിൽ ബ്ലൂവും ബ്ലാക്കും ടോപ്പിലുള്ള പ്രിൻറ്റും വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ. കോൺട്രാസ്റ്റ് ഒന്നുമില്ല, സെയിം ടോണിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.